യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശു ആരാധന. എൻ്റെ കൊച്ചു മകന് വേണ്ടിയിട്ട്, മോക്കടെ മോന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാക്ഷ്യപ്പെടുത്തുന്നത്. മോൻ പഠിച്ച് പല സ്ഥലങ്ങളിലും ജോലിയൊക്കെ നോക്കാൻ അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും പോയിട്ടൊന്നും അവൻ്റെ ഒരു ജോലിയില്ല. അവിടുന്ന് കൊടുക്കും. പിന്നെ ഞാൻ ഇവിടെ വന്ന മാതാവിനോട് 12 ആഴ്ച വന്ന മാതാവിന് പ്രാർത്ഥന കൂടി. പിന്നെ ഞാൻ കല്ലൂർക്കാട് നിന്നാണ് വരുന്നത്. എൻ്റെ പേര് മറിയക്കുട്ടി. ഞാൻ അവിടെ വന്ന് 12 ആഴ്ച വന്ന് എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഞാൻ എൻ്റെ മകന് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കും വേണ്ട. എൻ്റെ അമ്മ എനിക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം. കാരണം ഞാൻ ഒരുപാട് സ്ഥലത്തൂടെ ജോലിക്ക് വേണ്ടി നടന്നിട്ട് ഒരു ജോലിയും കിട്ടിയില്ല. അപ്പോൾ അതാണ് അമ്മച്ചി പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതിനെ ഞാൻ പ്രാർത്ഥിക്കാം. അമ്മ എനിക്കൊരു കുഞ്ഞ് കച്ചവടം തുടങ്ങിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് പറഞ്ഞിട്ടും അപ്പം അവനിവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാരന്മാർ എറണാകുളത്ത് ഒരു ബേക്കറി കടയാണ്. അവനോട് പല പ്രാവശ്യം പറഞ്ഞു, മാന് എടാ കൊച്ചേ നീ ഞങ്ങളുടെ കൂടെ വാ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് പോകാൻ ഒരു മടി. പല സ്ഥലത്തും പോയി അലഞ്ഞതായ കാരണം അവന് ജോലി നോക്കാൻ പോകാൻ ഒരു മടിയായിരുന്നു. എന്നാലും വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു, വെല്ലുമിച്ചി ഒന്ന് പ്രാർത്ഥിക്കണം. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് പല മാതാവിനോട് ഒരുപാട് കണ്ണീരൊഴുക്കി ഞാൻ പ്രാർത്ഥിച്ചു. ആ കുഞ്ഞെന്നോട് പറഞ്ഞു, അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും ചെറിയ രൂപങ്ങളുണ്ടെങ്കിൽ അമ്മയെ എനിക്ക് തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മനെ എൻ്റെ കയ്യിലൊരു കുഞ്ഞു മാതാവിൻ്റെ രൂപമുണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. അവന് കൊടുത്തു. അമ്മ എനിക്കിത് മതി എന്ന് പറഞ്ഞു. മോൻ പോയി അവിടെ ചെന്ന് കച്ചവടം ആ പിള്ളേരുടെ കൂടെ ജോലി നോക്കി. ഇന്ന് ആ മക്കൾ 2 പേരും ചേട്ടനും അനിയനും അവർ 2 പേരും വിദേശത്തേക്ക് പോവാണ്. ആ കട ആ മകനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവേ നന്ദി, കോടാനും കോടി നന്ദി. ഞാൻ പറയാം. 2 മക്കളും വിദേശത്തേക്ക് പോകുന്നു. നല്ല കാര്യം. പരിശുദ്ധ അമ്മ അവരെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ. ഇനി അടുത്ത സാക്ഷ്യം നമ്മുടെ ഏലിക്കുട്ടി അമ്മച്ചിയുടേതാണ്. അമ്മച്ചി അവിടെ എഴുന്നേറ്റ് നിൽക്കും. അമ്മച്ചിക്ക് പറയാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് അമ്മച്ചി എഴുന്നേറ്റ് നിന്നു. ഞാൻ വായിച്ചോളാം. എൻ്റെ 2 കാലിന് വേദനയായിരുന്നു. ഒത്തിരി മരുന്ന് കഴിച്ചിട്ടും മാറിയില്ല. 2 ഡോക്ടർമാർ പറഞ്ഞു ഞാൻ തളർന്ന് കിടക്കുമെന്ന്.